നമ്മുടെ ജീവിതത്തിലുള്ള പല കോംപ്ലക്സ് പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ കീറാമുട്ടികൾക്കും ഒരു തീർപ്പ് വരാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളിത് പ്രാക്ടീസ് ചെയ്യാറില്ല, പലപ്പോഴും നമുക്കിത് പ്രാവർത്തിയാക്കാൻ സാധിക്കാറില്ല. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ പ്ലീസ് എന്ന് പറയുന്ന DBT സ്കിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. കേട്ടില്ലേ? ജാവ വളരെ സിമ്പിളാ ബട്ട് പവർഫുൾ. സോ ഇത് നമ്മൾ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരേണ്ടതുണ്ട്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. कौन बनेगा करोड़पति में आज हमारे साथ है पूर्णिमा जी। अबे हॉट सीट तक पहुंच गई, देख ले। तो पूर्णिमा जी, आपका पहला सवाल है, कोहिमा शहर किस देश का हिस्सा है? और आपके ऑप्शन है ए चाइना, बी नेपाल, सी इंडिया। अरे तो मैं भी जानता हूँ। समय ऑडियंस बोल लेना चाहूंगी। कोई भैंस पानी में। 100% लोगों का जवाब है इंडिया। ले, ये बात तो सभी जानते हैं। हाँ सर, जानते सब हैं, पर मानते कितने हैं? सॉरी यार भाई। जानता सब है മഗർ മാനത്തെ കിത്തനെ ഹെ. അതെ, അറിയുന്നവരെല്ലാവരും ഉണ്ട്, പക്ഷെ ചെയ്യുന്നവരാരാളെ? അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ലെറ്റ്സ് ഡയറക്ട്ലി ജമ്പ് ഓൺ ടു അവർ സ്കിൽ. പാർക്കർ പാൽമർ പറയുക, സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. എനിക്കുള്ള ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. അതിലൂടെയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും സഹായിക്കാനും എനിക്ക് സാധിക്കുക എന്ന് പറയുന്നത്. ഈ ഏറ്റവും വലിയ വരദാനമായിട്ടുള്ള എൻ്റെ ശരീരത്തിന് ഒരു കാര്യസ്ഥൻ മാത്രമാണ് ഞാൻ. ഈ കാര്യസ്ഥനായി എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും ഉദിക്കാവുന്ന ആശയങ്ങളും സഹായങ്ങളുമാണ്. സഹായവും സേവനവും മറ്റുള്ളവരിൽ എത്തിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാകണം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യണം, ഞാൻ എന്നെ തന്നെ പരിചരിക്കണം. എന്നാലാണ് എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് നിലനിർത്താൻ സാധിക്കുക. അങ്ങനെയാണെങ്കിലാണ് മറ്റുള്ളവർക്ക് സേവനവും സഹായവും എനിക്ക് എത്തിക്കാൻ സാധിക്കുക. സോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനവും സഹായവും എത്തിക്കാനായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ കെയർ ചെയ്യുക. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്ന സ്കില്ലാണ് പ്ലേസ് സ്കിൽസ്. പ്ലേസ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹയർ ആയിട്ടുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ്, മൂഡ് സ്വിങ്സ്, ഹയർ ലെവലിലുള്ള ഇമോഷണാലിറ്റി, ഇന്റൻസ് ആയിട്ടുണ്ടാകുന്ന ആങ്കർ, ഡിസ്ഗസ്റ്റ്, പെയിൻ, സാഡ്നെസ്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇതൊക്കെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്തർ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്ത് ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അമിക്കബിളി മാനേജ് ചെയ്യാനായിട്ടുള്ള സ്ട്രോങ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് പ്ലീസ് എന്ന് പറയുന്നത്. ഇത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്കില്ലാണ്. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിലെ അടുത്ത സ്കില്ലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 14 അങ്ങനത്തെ മൊത്തം 14 സ്കില്ലുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇടുകയാണ്. ചെയ്യുകയാണ്. ഈ സ്കില്ല് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അതിലുള്ള സ്കില്ലുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നാം അവതരിപ്പിക്കുന്ന പ്ലീസ് എന്ന് പറയുന്ന സ്കിൽ സെറ്റിലെ മൊത്തം 5 സ്കില്ലുകളാണുള്ളത്. ഈ 5 സ്കില്ലുകളുടെയും ഒരു അക്രോണിമാണ് പ്ലീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യത്തെ സ്കില്ലാണ് ട്രീറ്റ് ഫിസിക്കൽ ഇൽനെസ്, രണ്ടാമത്തെ ബാലൻസ് ഈറ്റിംഗ്, മൂന്നാമത്തെ അവോയ്ഡ് മൂഡ് ആൾട്ടറിങ് സബ്സ്റ്റാൻസസ്, നാലാമത്തെ ബാലൻസിങ് സ്ലീപ്പ്, അഞ്ചാമത്തെ ഗെറ്റ് എക്സസൈസ് ആണ്. സോ ഒന്നാമത്തെ ട്രീറ്റ് ഫിസിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് വിശദമായിട്ട് നോക്കാം. പലപ്പോഴും നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെയും അല്ലെങ്കിൽ ഇമോഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സ്കില്ലിന് കോട്ടം വരികയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഹെൽത്ത് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെയും വേദനകളെയും സാഡ്നെസ്സിനെയും ഒക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ആ സ്കില്ല്, ആ കഴിവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ കാമർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോൺഫിഡന്റ് ആയിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ കൂടുതൽ സാധിക്കും. അതേ സമയത്ത് രോഗമുള്ള സമയത്ത് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമ്മൾക്ക് സ്ട്രെസ് ആയിരിക്കും, നമ്മൾ ഇത് എന്ന് ശരിയാകും അല്ലെങ്കിൽ ഇത് ശരിയാകുമ്പോൾ എന്ന തരത്തിലുള്ള ചിന്തകൾ കാരണം നമ്മൾ വളരെ നെഗറ്റീവ് മൈൻഡിൽ പോയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അതുകൊണ്ട് ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ശരീരം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, രോഗങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇമോഷൻസിനെ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ദിവസവും റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്ന് റെഗുലറായിട്ട് എടുക്കാം, റെഗുലറായിട്ട് ചെക്കപ്പുകൾ നടത്തണം,
എപ്പോഴാണ് രോഗം വരുന്നതെങ്കിൽ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോടൊപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള റെസ്റ്റ് നേടാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം പ്രോപ്പറായിട്ട് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് ഫോളോ അപ്പ് ചെയ്യണം. ആ ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കുകയും ഡോക്ടർ പറയുന്ന റെക്കമെൻഡേഷൻസ് നിങ്ങൾ റിലീജിയസ്ലി ആ ഡോക്ടർ തരുന്ന റെക്കമെൻഡേഷൻസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്തെ സ്കില്ലാണ് ബാലൻസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. അതെ, ബാലൻസ് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ബാലൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക. അധികവും കഴിക്കുകയല്ല, തീരെ കഴിക്കാതിരിക്കുന്ന അവസ്ഥയല്ല. അതേസമയം ബാലൻസ് ആയിട്ട് ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം. ത്രൂ ഔട്ട് ദ ഡേ യു ഷുഡ് ഹാവ് ഫുഡ്. അതിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, പാക്കഡ് ഫുഡ്സ് മറ്റുള്ളവ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. സോ ബാലൻസ് ഈറ്റിംഗ് ഫോളോ ചെയ്യാം. മൂന്നാമത്തെ സ്കില്ലാണ് അവോയ്ഡ് മൂഡ് ആൾട്ടറിങ് സബ്സ്റ്റൻസസ്. പലപ്പോഴും നിങ്ങൾ പല സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. മദ്യം, മയക്കുമരുന്നുകൾ പലതരത്തിലുള്ള ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. തുടക്കത്തിൽ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കാമറായിട്ടോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറാണ് ചെയ്യുന്നത്, ക്രാഷ് ആവുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതേ സബ്സ്റ്റൻസ് വരാനായിട്ട് നിങ്ങൾ പരാക്രമം കാണിക്കുന്ന അവസ്ഥയാണ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഏതൊരു മൂഡ് ആൾട്ടറിങ് സബ്സ്റ്റൻസ് ആയി കഴിഞ്ഞാലും അത് നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ഇഫക്ട് ചെയ്യുന്നത്. നിങ്ങൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അറിയാം, ആദ്യം ഒരു ഡിസിൻഹിബിഷൻ ആണ്, ഒന്നിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും നമുക്ക് പറയുന്നതിനും ചെയ്തതിനും. ഒരു കാമറായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ മദ്യം അതിന് ശരിക്കും ഗുണം പുറത്തെടുക്കും. അത് നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കും, നിങ്ങളുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യും. നിങ്ങൾക്ക് ശരിയായിട്ട് രീതിയിൽ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ ഉറക്കം വരാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലായി പോകും. ഇത്തരത്തിൽ പല സബ്സ്റ്റൻസുകളും ഇങ്ങനെ ഹാനികരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വരുത്തി വയ്ക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ഒഴിവാക്കുക. നാലാമത്തെ സ്കില്ലാണ് ബാലൻസിങ് സ്ലീപ്പ്. അതെ, ബാലൻസിങ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അധികം ഉറങ്ങുമല്ല, തീരെ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയല്ല. ബാലൻസ്ഡ് ആയിട്ട് ദിവസവും 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം നേടുന്ന രീതിയാണ് ബാലൻസ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ ബാലൻസ് സ്ലീപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്കുകൾ, രീതികളുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അടുത്ത് മൊബൈലുകളോ കിടന്നുറങ്ങാൻ പോകുന്ന സ്ഥലത്തിന്റെ അടുത്ത് മൊബൈലുകളോ ടിവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് 4 മണിക്കൂർ മുന്നുള്ള ഇടവേളയിൽ കാപ്പിയോ ചായയോ അതുപോലെ തന്നെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കിയിരിക്കണം. കാരണം ഈ കാപ്പി, ചായ മുതലായവ സ്റ്റിമുലന്റ് ആണ്. അത് നിങ്ങളുടെ മനസ്സിനെയും ബോഡിയെയും ആക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ എക്സസൈസ് നിങ്ങളെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ മനസ്സിനെയും ആ കാര്യങ്ങളെയും ആക്റ്റീവായിട്ട് ആക്കി നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. സോ ഈ 2 കാര്യങ്ങളും ഈ 4 മണിക്കൂറിൽ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് ഒരു 6 മണിക്ക് ശേഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ ആക്റ്റീവായിട്ടുള്ള ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ സമയത്ത് ഉറക്കം ലഭിക്കാനും ഉറക്കം വരാനും അത് ഡിഫിക്കൽട്ടി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ചായയും കാപ്പിയും പോലത്തെ പദാർത്ഥങ്ങൾ അവ ഒഴിവാക്കുന്നത് വളരെ ആവശ്യമാണ്. കൂടാതെ നിങ്ങൾ ഒരു ദിവസം പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കണം. അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കണം, ഒരേ സമയത്ത് എണീക്കണം. ഇത് ഇങ്ങനെ ആകുന്നത് കൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാകും ഇത് ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ ആ സമയത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഉറക്കം വരാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും, അതിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകും, അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരും. അത് നിങ്ങളെ വളരെയധികം ഡിഫിക്കൽട്ട് ഫേസിയോടെ കൊണ്ടുപോകും. സോ തീർച്ചയായിട്ടും ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്ലീപ്പ് ഹൈജീനിൽ വേറെ കുറച്ച് ടെക്നിക്കും കൂടിയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ സ്ലീപ്പ് ഹൈജീനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. 5ാമത്തെ പ്ലേസിലെ സ്കില്ലാണ് ഗെറ്റ് എക്സസൈസ്. അതെ, നിങ്ങൾ ദിവസവും അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് നടക്കുന്നതാകാം, ജോഗ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസോ മറ്റോ ആയിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ കാമറാക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾ ഓരോ എക്സസൈസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അതായത് എനർജി സേവ് ചെയ്യുന്ന, നിങ്ങളെ കാമർ ആൻഡ് കമ്പോസ്റ്റ് ആക്കി നിലനിർത്താൻ സഹായിക്കുന്ന നിങ്ങളുടെ നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. അങ്ങനെ ആക്ടിവേറ്റ് ആകുന്നതിന് ശേഷം നിങ്ങൾ വളരെ കാമർ ആൻഡ് പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ 20 മിനിറ്റ് നേരെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്ന ബഡ്ഡി, ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് തേടി പിടിക്കാവുന്നതാണ്. കൂടാതെ എക്സസൈസിന് നിങ്ങൾക്ക് ഒരു ഹിന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഷോ മറ്റോ ഒരു കോമൺ പ്ലേസിൽ നിങ്ങൾക്ക് എന്നും വെക്കാവുന്നതാണ്. സോ രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങൾ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സസൈസിന് പുറപ്പെടാനായിട്ട് നിങ്ങളത് സഹായിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ ദിവസത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ബേബി സ്റ്റെപ്സ് എടുക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹെൽത്തും മറ്റും സ്ലോലി ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഈ അറിയാവുന്ന സിംപിളർ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളത് ചെയ്യാനായിട്ടുള്ള ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ ഒരു താല്പര്യം നമ്മൾ കാണിക്കാറില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കാണിക്കുക. നിങ്ങളുടെ ശാരീരിക
ആരോഗ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും മാനസികാരോഗ്യവും വർദ്ധിക്കുന്നതായിരിക്കും. സോ പ്ലേ സ്കിൽസ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ജാനता सब है मगर मानता कितने हैं.